എന്താണ് ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ദാനിയേൽ നീലഗിരിയാണ്. സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തിനാണ് ഈ പണക്കമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവരോടും സന്തോഷത്തോടെ, എല്ലാവരോടും ഒന്ന് ചിരിച്ച് കാണിക്കുന്ന ഒരു വർഷമാക്കി ഇത് മാറ്റണേ. വെറുതെ ദേഷ്യപ്പെട്ട് നടക്കരുത്, വെറുതെ അവരോട് കോപിച്ച് നടക്കണ്ട കേട്ടോ. നമ്മുടെ ഹൃദയം മുഴുവൻ ദൈവത്തിനറിയാമെന്ന്, അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. നമ്മുടെ ഹൃദയം മുഴുവൻ ദൈവത്തിനറിയാം. നിങ്ങൾക്ക് കർത്താവ് പ്രസംഗിക്കാൻ ഒരു കൃപ തന്നിട്ടുണ്ടെങ്കിൽ, പാടാൻ കൃപ തന്നിട്ടുണ്ടെങ്കിൽ, കീബോർഡിൽ ഒരു 2 കോഡ്സ് പിടിച്ച് ഒരു പാട്ട് മൂളാനെങ്കിലും ദൈവം നിങ്ങൾക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളത് ചെയ്തോ. നല്ല കാര്യമല്ലേ? കാരണം എത്ര കാലം നമ്മൾ ഈ ഭൂമിയിലുണ്ട്? കുറച്ച് കാലമല്ലേ ഉള്ളൂ. ആരോടും പണങ്ങണ്ട, ഒരു മനുഷ്യനോടും വൈരാഗ്യവും വേണ്ട. ദാനിയേൽ നീലഗിരിക്ക് ലോകത്തിൽ ഒരു മനുഷ്യനോടും പണക്കമില്ലാത്ത ഒരാളാണ്. നിങ്ങൾ എവിടെ നിന്ന് കണ്ടാലും ഞാൻ സ്തോത്രം തരും, എവിടെ നിന്ന് കണ്ടാലും ഞാൻ നിങ്ങൾക്ക് സ്തോത്രം തരും, നിങ്ങളോട് കുശലം അന്വേഷിക്കും. ആമേൻ, സ്തോത്രം. നമുക്ക് ആരോടും പിണങ്ങിയിരിക്കാൻ പറ്റുമോ? കാരണം എപ്പോഴാണ് കാഹളം ധ്വനിക്കുന്നെന്ന് ഒരു പിടിയില്ല. ആമേൻ, ഏത് നിമിഷവും എപ്പോൾ വരണേ സംഭവിക്കാം. ആമേൻ, അതുകൊണ്ട് ലഭിക്കുന്ന സമയം കർത്താവിന് വേണ്ടി ഓടാം, അതുകൊണ്ട് പ്രയോജനപ്പെടാം. ആമേൻ. ഒരു പഴയ ഗാനമുണ്ട്, ഞാൻ അറിയാവുന്നതുപോലെ അത് പാടാവേ. എന്നോട് ചേർന്ന് നിങ്ങൾ പാടണം. മുഴുവൻ പാടുന്നില്ല, ഒരു സ്റ്റാൻസ നമുക്ക് ഒരുമിച്ച് പാടാം. താതൻ പേർക്കാ സേവ ചെയ്തതാ, താതനെന്നെ മാനിക്കുവാനാ. താതൻ പേർക്കായി സേവ ചെയ്തതാ, താതനെന്നെ മാനിക്കുവാനാ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ലോകെ ഞാൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗേ വിരുദിനായി. ലോകെ ഞാൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗേ വിരുദിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരനേ ശുരാജൻ സന്നിധൗ. പറന്നിടും ഞാൻ മറുരൂപമായി പരനേ ശുരാജൻ സന്നിധൗ. അപ്പോൾ ഈ പാട്ട് നിങ്ങൾ എന്നോട് ചേർന്ന് പാടിന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കൊരു ദിവസം ദൈവം നമ്മുടെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ ഒന്ന് മാത്രം മനസ്സിൽ കണ്ടാൽ മതി.
ഏത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും, ഒരു മാസയോഗം ആയിക്കോട്ടെ, ഒരു കൺവെൻഷൻ ആയിക്കോട്ടെ, ഒരു ക്രൂസൈഡ് ആയിക്കോട്ടെ, ഒരു ഉപവാസ പ്രാർത്ഥന ആയിക്കോട്ടെ, ഈ പ്രതിഫലത്തിൻ്റെ ആ ദിവസത്തെക്കുറിച്ചൊരു നല്ല ഓർമ്മ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ സുവിശേഷ വേലയിൽ എന്നോട് ആരും പറയാതെ പല കാര്യങ്ങളും ഞാൻ ആ ഒരു മീറ്റിങ്ങിൽ വരുമ്പോൾ ചെയ്യുന്നത്. ഒരു മീറ്റിങ്ങിൽ വരുമ്പോൾ കസേര ഇടണോ, ഓ ഐ ആം റെഡി. എന്തിനും പായിടണോ, തൂക്കണോ, എന്ത് കാര്യത്തിനും ഹല്ലേലൂയ, വി ആർ റെഡി ഫോർ ദാറ്റ് വർക്ക്. ആ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ സജ്ജരായിരിക്കുക. കാഹളം എപ്പോൾ ധ്വനിക്കുന്നറിയില്ല. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ആരോടും ക്ഷമിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിയാതെ ഹൃദയത്തിൽ ആ ഭാരം കഠിനമായി കൈപ്പായിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ സമയം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ക്ഷമിക്കാൻ കഴിയാതെ വളരെ ഭാരപ്പെടുകയാണ് അവർ. ആ കയ്പ് അല്പമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വീര്യം കൂടിയ സർപ്പവിഷമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനെ അവരുടെ ഹൃദയത്തിനകത്തുനിന്ന് എടുത്തു മാറ്റണമേ കർത്താവേ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ അവരുടെ ഹൃദയത്തിനകത്തുനിന്ന് അത് മുഴുവൻ ഡിലീറ്റായി പോട്ടെ. അത് മുഴുവനും ആമേൻ സ്തോത്രം നിർമൂലമായി പോട്ടെ. സമാധാനവും സന്തോഷവും ഹൃദയത്തിന് ആശ്വാസവും യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ. കർത്താവരെ അനുഗ്രഹിക്കണമേ. അവരുടെ നല്ല തീരുമാനത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, മറക്കരുത്, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് കഷ്ടത വന്നാലും, ഏത് വേദന വന്നാലും, സന്തോഷം വന്നാലും, പ്രതിഫലത്തിനായി നമ്മളൊരു ദിവസം നിൽക്കുന്ന ആ ദിവസത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് കർത്താവിനോട് ഓടാം. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ഓരോ കാര്യങ്ങളും കേട്ടോ, നിങ്ങളുടെ ഓരോ കാര്യത്തിലും മഹാപ്രതിഫലമുണ്ട്. അത് കളയരുത്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.